ഇപ്പോൾ തിരുവനന്തപുരം നഗരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നഗരത്തിന് ഇതുവരെയുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് പണ്ട് മഹാരാജാവ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നേട്ടങ്ങളാണ്. പുതിയതായിട്ട് ഒരു നേട്ടവും തിരുവനന്തപുരം നഗരത്തിനുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം മരിച്ചു കഴിഞ്ഞ് അങ്ങനെ എഴുതിയിരുന്ന കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ഒരു സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായി. ഇപ്പം ഇനി പത്മനാഭ ആറാടാൻ പോണ വലിയൊരു പള്ളിക്കകത്തായി. നാണക്കേടില്ലേ തിരുവനന്തപുരത്തുകാർക്ക്? ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന പത്മനാഭൻ്റെ പേരിൽ അറിയുന്ന സ്ഥലം. നമസ്കാരം സാർ. നമസ്കാരം സാറ്. ഇനിയിപ്പോൾ ഏതാനും ദിവസം എന്ന് തന്നെ പറയാം, തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി പാർട്ടി എന്തെങ്കിലും പുതിയ നയങ്ങളോ എന്തെങ്കിലും പദ്ധതികളോ എന്തെങ്കിലും രൂപീകരിച്ചിട്ടുണ്ടോ? വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന് ആവശ്യമായ രീതിയിലുള്ള വികസനം. ഇപ്പോൾ തിരുവനന്തപുരം നഗരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നഗരത്തിന് ഇതുവരെയുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് പണ്ട് മഹാരാജാവ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നേട്ടങ്ങളാണ്. പുതിയതായിട്ട് ഒരു നേട്ടവും തിരുവനന്തപുരം നഗരത്തിനുണ്ടായിട്ടില്ല. ഈവൻ പണ്ട് കാളവണ്ടിയും ജെട്ക ഉണ്ടായിരുന്നു, ഇതൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുതിരവണ്ടി. അതിലൊക്കെ പോയിരുന്ന റോഡുകളാണ് ഇന്നും ഉള്ളത്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വീട്ടിൽ എത്രയോ വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങൾക്ക് റോഡിൽ കൂടെ മൂവ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ഇട റോഡുകൾക്കെല്ലാം. പ്രധാനപ്പെട്ട 1-2 റോഡുകൾ അതിന് അപവാദമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ കേരളത്തിൽ ഏതാണ്ട് നഗരസഭ നിലവിൽ വന്നിട്ട് ഏതാണ്ട് 75 വർഷമാകുന്നു. കേരളത്തിലൊട്ടാകെ തന്നെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഓരോ പ്രദേശത്തും സർവേ നടത്തി കണ്ടുപിടിച്ച് അത് അടുത്ത ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണെങ്കിൽ കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതല്ല, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നാളിതുവരെ അത് ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടുള്ള മുദ്രാവാക്യം. അതിനുള്ളൊരു സർവേ കേരളത്തിലുടനീളം ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഈവൻ തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സാർ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഞങ്ങളൊരു പ്രോഗ്രാം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള. അപ്പോൾ അവിടെ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിദേശീയരൊക്കെ വന്നു പോകുന്നതാണ്. അവിടുത്തെ റോഡ് വളരെ ശോചനീയാവസ്ഥയാണ്. മാത്രമല്ല സ്ലാബ് ഇളകി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് അവിടുത്തെ കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ഇതുവരെയും ഒരു മാറ്റം വന്നിട്ടില്ല. അതിന് കാരണം അവിടുത്തെ ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കില്ല. രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രം നൽകണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഞാനും എൻ്റെ പാർട്ടിക്കാരും. തീർച്ചയായും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഭേദാശ്രമത്തിൻ്റെ ഭാഗത്തായിട്ട് ആ ഭാഗത്തായിട്ട് കുറേ ഈ വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. അവർ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് വഴിയോര കച്ചവടക്കാർക്ക് 10,000 രൂപ കൊടുക്കുകയും അവരെ സ്ഥിരപ്പെടുത്തണം എന്നൊരു ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്നിരുന്നു. അതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ വഴിയോര കച്ചവടക്കാർക്ക് രജിസ്ട്രേഷൻ നൽകി. അപ്പോൾ ഇത് ഈ പണ്ട് നമ്മുടെ ബാലകൃഷ്ണൻ ഡിസ്ട്രിക്ട് കളക്ടർ, അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തതാണ് ആ ഭാഗത്ത് വഴിയോര കച്ചവടക്കാരെ പാടില്ല. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചത് ഈ കിഴക്കേക്കോട്ടയിൽ വരുന്ന ബസ്സുകൾ നേരെ ഈ രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് വഴി അപ്പുറത്തുകൂടി വന്ന് കിഴക്കേക്കോട്ട വരണം. അപ്പം കൂടുതൽ റോഡിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതനുസരിച്ച് ഇവരെ മുഴുവൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് അവരൊരു യൂണിയൻ ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. ആ രാഷ്ട്രീയ പാർട്ടി ആണ് ഭരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ ആയതോടുകൂടി അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ സ്ലാബിൻ്റെ മറുഭാഗത്തായിരുന്നു കച്ചവടം. ഇപ്പം അവർ സ്ലാബിൻ്റെ മുന്നോട്ട് കയറി ആ റോഡിൻ്റെ യാത്രക്കാർക്ക് നടക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ റോഡില്ലേ നമ്മുടെ സ്വാതിയിരുന്നാൾ ആ റോഡ് യഥാർത്ഥത്തിൽ രഥപുര റോഡാണ്. 29 കിലോമീറ്റർ വീതിയുള്ള റോഡായിരുന്നു തമ്പുരാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ. അന്ന് ഈ രഥങ്ങൾ മുഴുവൻ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നത് ആ റോഡിലാണ്. ആ 29 മീറ്ററുള്ള റോഡിൽ നിന്ന് എത്ര മീറ്ററായിട്ട് ചുരുങ്ങി നോക്കണം. അതിന് കാരണം അപ്പുറം ഇപ്പുറമുള്ള
അതെ, വെട്ടിപ്പിടുത്തം. ഈ വെട്ടിപ്പിടുത്തത്തിന് കാരണക്കാര് കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള നഗരസഭ അധികൃതരാണ്. അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ ഒക്കില്ല. ഇനി അത് വീണ്ടെടുക്കാൻ കഴിയും. നമുക്ക് ഇവിടെ മഴ പെയ്താൽ ഈ നഗരത്തിൽ വെള്ളം പൊങ്ങുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇത് 7 കുന്നുകളുടെ മുകളിലുള്ള നഗരമാണ്. രഥപുര കുന്ന്, പിന്നെ കോട്ടൺ ഹില്ല്, ഇങ്ങനെ 7 കുന്നുകൾ. അത് പ്രകൃതിയാ തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം, കടലിൽ ചെന്ന് ചേരാനുള്ള സംവിധാനം ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ്. ഒന്ന് കണ്ണമൂലത്തോട്, മഴ മാനത്ത് കണ്ടാൽ ആദ്യം വെള്ളം പൊങ്ങുന്നത് അകത്താണ്. ഹോസ്പിറ്റൽ അതിനെന്താ കാരണം എന്നറിയാമോ? ഞങ്ങൾ ഇടയ്ക്ക് എടുത്തു നോക്കി. ഈ കണ്ണമൂല തോടിൻ്റെ വീതി ഇന്ന് അത് 2-1 കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ സൈഡ് മുഴുവൻ ആളുകൾ കയ്യേറി കെട്ടിടങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇത് മൗനാനുവാദം കോർപ്പറേഷൻ നൽകാതെ സാധിക്കില്ലല്ലോ, ഒരിക്കലുമില്ല. ഇനി ഇത് ചെന്ന് ചേരുന്ന ഭാഗത്ത് ആണ് ഇപ്പോൾ ഒരു വലിയ പടുകൂറ്റൻ ഹോസ്പിറ്റൽ വന്നിട്ടുള്ളത്. ഞാൻ ഹോസ്പിറ്റലിലെ പേര് പറയുന്നില്ല. വേറൊരു വലിയൊരു മുതലാളി അവിടുത്തെ സ്ഥലം മുഴുവൻ വാങ്ങിച്ച് അത് മൈതാനം പോലെ ഇട്ടിരിക്കുകയാണ്. അതും ഈ കണ്ണമൂല തോടിന്നാണ്. എന്ന് മാത്രമല്ല ആമയഴിഞ്ഞ പിന്നെ ഈ തോടുകളെല്ലാം അതിൻ്റെ ഗതി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു തോട് നിങ്ങൾക്കറിയാം, സ്വാതി തിരുനാൾ സംഗീത സഭയുടെ അവിടെ പോയി നോക്കിയാൽ അവിടെ അതോടുകൂടി തീർന്നിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടിയിലൂടെ അവിടെ കടപ്പുറത്ത് പോയി ചേരേണ്ട, പക്ഷെ അതിൻ്റെ മുകളിൽ കെട്ടിടങ്ങളായി. ഇപ്പം അത് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ മാഞ്ഞാലിക്കുളം, അവിടെ നിന്നൊരു തോട് ആമയഴിഞ്ഞ തോടി ചേരും. അതിൻ്റെ മുകളിലാണ് ഡിമോറ ഹോട്ടൽ വന്നിരിക്കുന്നത്. ഈ ഹോട്ടലിന് ആര് അനുമതി കൊടുത്തു? സർക്കാർ, നഗരസഭ കൊടുത്തില്ലെങ്കിൽ വരില്ലല്ലോ അത്. അപ്പോൾ ഈ നഗരം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നാളിതുവരെ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ന്യൂനതകൾ ഈ നഗരത്തിൻ്റെ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു മാറ്റം വന്നേ തീരും. അല്ല, ഈ ഒരു മാറ്റം ഉദ്ദേശിക്കുമ്പോൾ അടുത്ത ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുവാണ്, അതിൽ BJP കോർപ്പറേഷൻ ഭരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം അതിന് ഞങ്ങൾക്ക് ബലം നൽകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ 73 വാർഡുകളിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല 12 വാർഡുകളിൽ 2ാമത്തെ സ്ഥാനം എത്തിയിട്ടുണ്ട്. ഈ 73 വാർഡുകളും ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ആ വാർഡുകളിൽ സജീവമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട്. ഓരോ വാർഡിലും 600-700 പേരെ വീതം നമ്മൾ പുതിയതായിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ 73 വാർഡും ആ 2ാം സ്ഥാനം കിട്ടിയ 12 വാർഡും, ഇത്രയും വാർഡുകൾ നമ്മൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് കാണാൻ കഴിയും. ഉണ്ടായാൽ ഇപ്പോൾ ഈ പറഞ്ഞതിനെല്ലാം മാറ്റം ഉണ്ടാകുമെന്നാണോ സാർ പറയുന്നത്? തീർച്ചയായും. ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളെപ്പറ്റി പറയുന്നില്ല, അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ട്. BJP തിരുവനന്തപുരം നഗരത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. അതിപ്പോൾ വെളിപ്പെടുത്തൂല. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഒന്നൊന്നായിട്ട് 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കും, ഉറപ്പാണ്. സാറ് ഇപ്പോൾ ഇലക്ഷനിൽ നിന്നും ജയിച്ചു. ഇനി അടുത്ത തുടർന്ന് വരുന്ന ഇലക്ഷനിലും നിന്ന് സാറ് ജയിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാ പുതുതായിട്ട്? അതിപ്പോൾ ഏത് വാർഡാണ് എന്ന് പറയാൻ ഒക്കില്ല. വാർഡിൽ ആദ്യം സമഗ്ര വികസനം ഉണ്ടാക്കണം. ഒന്ന്, അവിടുത്തെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണം, എല്ലാ ഇടവഴികളും സഞ്ചാരയോഗ്യമാക്കണം, കുടിവെള്ളം അവിടെ എല്ലായിടത്തും എത്തിക്കണം. ഇന്ന് കുടിവെള്ളത്തിന് വളരെയധികം ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായി, കുടിവെള്ളം കിട്ടുന്നില്ല ശരിക്ക്. അത് ജപ്പാൻ കുടിവെള്ളം ഒക്കെ ഉണ്ടായിട്ടും ആ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുടിവെള്ളം എല്ലാ വീടുകളും സുഭിക്ഷമായിട്ട് കിട്ടത്തക്ക രീതിയിൽ എത്തിക്കുക. പിന്നെ മാലിന്യ സംസ്കരണം വ്യക്തമായിട്ട് ഏറ്റവും ശുദ്ധമായ നല്ലൊരു വാർഡാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ രാത്രി കത്തുന്ന ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, അതെല്ലാ ലൈറ്റുകളും കത്തിക്കുക. അതോടൊപ്പം തന്നെ ആ സ്കൂൾ, അവിടെ ഏതെങ്കിലും നഗരസഭയുടെ സ്കൂളോ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള പുരോഗതി ആ സ്കൂളിന് വരുത്തുവാൻ വേണ്ടതൊക്കെ ആ ഒരു കൗൺസിലർ രീതിയിൽ ഞങ്ങൾ ചെയ്യും, ഉറപ്പ്. അതോടൊപ്പം തന്നെ ഈ അമ്മമാർക്ക് കിട്ടുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന PMAY പദ്ധതി, അതോടൊപ്പം തന്നെ പിന്നെ ഭവന പുനരുദ്ധാരണ പദ്ധതി, ഇങ്ങനെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ മുഴുവൻ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ അർഹതപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കും.
അത് ഇപ്പം ഞാൻ ഇവിടെ ഭരിക്കുന്ന എൻ്റെ ഈ വാർഡിൽ തന്നെ അത് നോക്കിയാൽ അത് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അവിടെ നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കിയില്ല, പാവപ്പെട്ടവരായതുകൊണ്ടത് അതിനുള്ള എല്ലാ തെളിവുകളും തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഉറപ്പാണ് ഈ വാർഡിൽ ഇനി ഞാൻ നിന്നാൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കമ്മ്യൂണിസ്റ്റുകാർ പോലും നമുക്ക് വോട്ട് ചെയ്യും. അതെ, അത് തീർച്ചയായും. കാരണം വ്യക്തിപരമാണല്ലോ ഇത് പാർട്ടി അല്ലല്ലോ നോക്കുന്നത്, നമ്മൾ വ്യക്തിപരമാണ്. ഇപ്പൊ കോർപ്പറേഷൻ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞിട്ടാണ്. സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ആളുടെയും രാഷ്ട്രീയം നോക്കാതെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അതാണ് നമ്മളെ ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്നത്. BJPയിലെ പല ആൾക്കാരും ചെയ്യുന്ന അതാണ്. ഇപ്പം ഞങ്ങൾ 34 പേര് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, 34 പേര് കൗൺസിലുണ്ട്. ആ 34 പേരും 33 പേര് കൗൺസിലുണ്ട്. ഈ 33 പേരും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് അവർക്ക് അവരുടെ വാർഡുകൾ തിരിച്ചു പിടിക്കാൻ കഴിയും. ഇപ്പൊ സാറ് പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് എൻ്റെ വാർഡിൽ കൗൺസിലറാണ്, ഞാൻ തിരുമലയുള്ളതാണ്. പക്ഷെ പുള്ളിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. കാരണം സാമ്പത്തിക പുള്ളി ഒരിക്കലും ഒരു ആത്മഹത്യക്ക് മുന്നോട്ട് വരില്ല എന്നുള്ളതാണ് പേഴ്സണലി അറിയാന്നുള്ള ഞങ്ങൾ പറയുന്നത്. കാരണം എന്ത് പ്രശ്നവും കുറേ ദിവസമായിട്ട് നല്ല വാചാലനായ കൗൺസിലറായിരുന്നു. നഗരസഭയിൽ ഓരോ കാര്യങ്ങളും പഠിച്ച് കൗൺസിലിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതെ, നല്ല കരുത്തും തൻ്റെയും ഉള്ള ആളായിരുന്നു. കുറേ നാളായിട്ട് അദ്ദേഹം ഈ അടുത്ത 2-3 മാസങ്ങളായിട്ട് വളരെ സൈലൻ്റ് ആയിരുന്നു. അതിനൊരിക്കൽ പോയി അദ്ദേഹത്തിന് ചോദിച്ചു എന്താ സംഭവിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഷുഗർ കൂടുതലാണ്, ഒന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷേ ഇപ്പം മരിച്ചു കഴിഞ്ഞ് അങ്ങനെ എഴുതിയിരുന്ന കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ഒരു സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ഈ പലരെയും കണ്ടാണ് ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടാണ് സൊസൈറ്റി ഉണ്ടാക്കി. അതിൽ കുറേ ലോൺ കൊടുക്കേണ്ടി വന്നു. പകരം കൊടുത്തിട്ടുള്ള ചെക്കുകളാണ്. ആ ചെക്ക് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഈ പല ആൾക്കാരും ഡെപ്പോസിറ്റ് കൊടുത്തവർ തിരിച്ച് വിഡ്രോ ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അതോടുകൂടി അദ്ദേഹത്തിന് ആ പടം പറയുന്നത് പാർട്ടി സഹായിച്ചില്ല, പാർട്ടി സഹായിക്കാൻ പാർട്ടിയെ സമീപിച്ചിട്ടില്ല. ഞാൻ സാക്ഷിയാണ്. കാരണം ഇങ്ങനെ വന്ന് മിണ്ടാതിരിക്കും. ചോദിക്കും പറയാം എനിക്ക് ഷുഗർ കൂടുതലാണ്, കാര്യം പറയണ്ടേ, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടബാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി. അല്ല, ഇപ്പോൾ അവിടെ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത ഒരു സ്ത്രീ തന്നെയാണ് ഇപ്പോൾ അവരുടെ വോയിസ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് പറഞ്ഞിട്ടാണ്, അതായത് അനുചേട്ടൻ പറഞ്ഞിട്ടാണ് അവർ പോലീസിൽ കേസ് കൊടുത്തത്. പാർട്ടിക്കാരും സംഘവും ഒക്കെ എന്നെ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ പാർട്ടി കൈവിടും എന്നുള്ളത്? പാർട്ടി അങ്ങനെ വിട്ടു എന്ന് എനിക്ക് ഒരു തോന്നലുമില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ, ഇത് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ സത്യത്തിൽ പാർട്ടിക്കാരിത് അല്ല, ഈ ബാങ്ക് പാർട്ടിയുടെയും കൂടെ ഒരു അണ്ടറിലായിരുന്നില്ലേ? പാർട്ടിയുടെ അല്ല, അതൊരു പ്രത്യേക സൊസൈറ്റി. പാർട്ടിയുടെ എല്ലാ മെമ്പർമാരും BJP ആണ്. അവരാരും ഒന്നും പറഞ്ഞില്ല. അല്ല, പാർട്ടി പറയുന്നു പാർട്ടിയുടെ ഇതിലുള്ളതല്ല ഈ ബാങ്ക് എന്ന് പറയുന്നില്ല. അങ്ങനെ പാർട്ടിയെ അറിയിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് പരിഹാരം ഉണ്ടായേനെ. അറിയിച്ചിട്ടില്ല, സത്യം അതാണ്. അല്ലാതെ വരുന്ന വാർത്തകളൊക്കെ വെറും തെറ്റായിട്ടുള്ള വാർത്തകളാണ്. ഇപ്പോൾ കുറച്ച് സമയത്തിന് മുന്നേ വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്കകത്ത് ഒരു ബാധ്യതയായി മാറുമോ എന്നുള്ള ഒരു സംസാരം വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പ്രവർത്തന രീതിയിൽ. ഇപ്പം ഞാൻ പറയും തേനുള്ളിടത്തെ വണ്ട് വരാറുള്ളൂ. അപ്പോൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പുള്ളിയുടെ തീരുമാനങ്ങൾ എന്തെങ്കിലും മണ്ടത്തനമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, പാർട്ടിക്ക് നല്ല രീതിയിൽ അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കും. ഈ നഗരസഭ സംഘത്തിൻ്റെ കൂടെ 100ാമത്തെ വർഷം. അപ്പോൾ സംഘത്തിൻ്റെ ആൾക്കാർക്കും തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കണം എന്നുള്ള ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരും. ഈ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണോ ചില പാർട്ടിക്കാർ ഇതിനെതിരെ ഈ കുൽസിതമായിട്ടുള്ള ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ? എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറേ പേര് അതിനെ വിമർശിക്കും. ഞാൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. ജില്ലാ പ്രസിഡൻ്റായിട്ട് തന്നെ 4 പ്രാവശ്യം തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോഴത്തേക്ക് എന്തെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും പറയും അവൻ അഴിമതിക്കാരനാണ്, അവൻ കൈക്കൂലിക്കാരനാണ്, അവൻ പൈസ വാങ്ങിച്ചു, ഇതൊക്കെ പറയും. നമുക്ക് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടില്ല. അവരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖരും അതുപോലുള്ള മനുഷ്യനാണ്. കറകളഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം അങ്ങേർക്ക് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട്, മനസ്സിലായോ? ഇത് അങ്ങേരെ അദ്ദേഹത്തിന് ഗുരുനാഥന്മാരെ പോലെ വിചാരിക്കുന്ന പാർട്ടിയുടെ ഉയർന്ന ആൾക്കാർ
നിങ്ങളിവിടെ പോയി ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് ധിക്കരിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഏറ്റെടുത്തതാണ്. അങ്ങനെ യാതൊരു ഉദ്ദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ കാര്യം അല്ലെങ്കിൽ കേരളത്തെ കാര്യം അധികം അറിഞ്ഞും കൂടാ. അപ്പൊ അങ്ങനെ ഉള്ള മുൻ പരിഗണന വച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ അഗ്രഗണ്യൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അതെ, പുള്ളി വേറൊരു പാർട്ടി സ്ഥാനം അങ്ങനെയൊന്നും നോക്കാറില്ല. എല്ലാവരോടും മനുഷ്യത്വപരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പ് ആ ശംഖുമുഖത്ത് ഞാൻ ജനിച്ച അന്നോട്ട് കേട്ടിട്ടുള്ള പത്മനാഭസ്വാമിയുടെ ആറാട്ടം എന്ന് പറയുന്നത് ശംഖുമുഖം കിടപ്പുറത്ത്. അതെ, ഇപ്പൊ ശംഖുമുഖത്തിന്റെ പേര് പോലും പോയി, അത് വലിയ തുറയായി. ഇപ്പൊ ഇനി പത്മനാഭ ആറാടാൻ പോണ വലിയ പള്ളിക്കകത്തായിരിക്കും. നാണക്കേടില്ലേ തിരുവനന്തപുരത്തുകാർക്ക്? ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന പത്മനാഭന്റെ പേരിൽ അറിയുന്ന സ്ഥലം തിരുവനന്തപുരം. അതെ അതെ, ഇത് വളരെ ശോചനീയമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടുത്തെ തിരുവനന്തപുരത്തുകാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ്. അതായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രചരണം വരുന്നത് നിങ്ങൾക്കെതിരെ. അവർക്കും ചിലപ്പം ഉറപ്പ് കാണുമായിരിക്കും അടുത്തത് BJP തന്നെയായിരിക്കും കോർപ്പറേഷൻ അല്ലെങ്കിൽ ഭരണത്തിലിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും BJPക്ക് തന്നെ അടുത്ത ഭരണം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.